മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ LSS കിട്ടിയ കുട്ടികളെ അവർക്കുള്ള ഉപഹാര സമർപ്പണമാണ് വേദിയില് കുണ്ടുമണക്കത്തറവാട്ടിലെ ചെറിയ ഹാജി, ആസിയാമു, മറിയം, സൗദ, ഇത്രയും പേരാണ് ഇരിക്കുന്നത്. 4 കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷം നമുക്ക് LSS കിട്ടിയത്. ആ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. കൂടെ നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റർ ആൽപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഷെബിൻ ഹസനെ ക്ഷണിക്കുകയാണ് ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. ഉപഹാരം നൽകുന്നത് ചെറിയ ഹാജിയാണ്. ഷെബിൻ ഹസൻ കഴിഞ്ഞ വർഷത്തെ LSS വിജയിയാണ്. ഓക്കെ, താങ്ക് യു. രണ്ടാമത് അമേലിയ ഫാത്തിമ KP. അമേലിയക്ക് ഉപഹാരം നൽകുന്നത് ആസിയാമുവാണ്. ആസിയാമുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതായത് മേനേജറുടെ അനുജത്തിയാണ്. ഓക്കെ, താങ്ക് യു. മൂന്നാമത് ഫാത്തിമ നഫ്ല PP ആണ്. നഫ്ലയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് മറിയം ആണ്. അതും സഹോദരിയാണെന്ന് ഒന്നങ്ങ് കൈയടിച്ചോടോ. താങ്ക് യു. ഇനി അടുത്തത് നഫീസത്തുൽ മിസ്രിയാണ്. അവർക്ക് സമ്മാനം നൽകുന്നത് നമ്മുടെ സൗദയാണ്. സൗദയെ ക്ഷണിക്കുന്നു, പ്ലീസ്. വലിയ ഹാജിയുടെ മകളാണ്. ഓക്കെ, വിജയർക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ചെറിയ ഹാജിയർ. സ്കൂളിന്റെ ഒരു എളിയ മാനേജർ നമുക്ക് 3 ദിവസമായിട്ട് നമ്മൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് നമ്മളെ സ്കൂളിന്റെ വാർഷിക നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വന്ന് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാ നിലക്കും പഴയ കാലം മുതലുള്ള ഒരു സ്കൂൾ മാത്രമാണ് നമ്മുടെ ഈ MLP സ്കൂള്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ പിതാവർകൾ ഉണ്ടാക്കി തീർത്ത ഒരു സംരംഭമാണത്. ഇന്നും അത് പഴയ മട്ടത്തിൽ തന്നെ വളരെ വിരുകരം നടത്തിക്കൊണ്ട് സ്കൂളിന്റെ SS ഉയർത്തിക്കൊണ്ടും അതുപോലെ ഈ സ്കൂളിലെ അധ്യാപകന്മാർ വളരെ പരിശ്രമിച്ച് അവരെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ ഈ സ്കൂളിനെ ഇത്ര ഉയർത്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അധ്യാപകർ അത്രത്തോളം പരിശ്രമാശും രഘുമാഷും അവരുടെ അച്ഛൻ അതുപോലെ മറ്റ് ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള സാഹചര്യം കൊണ്ട് അവരെ കഠിന അധ്വാനത്തോടു കൂടി നമ്മളെ ഈ സംരംഭം വിജയിപ്പിച്ചു. കുറച്ചു കാലങ്ങളായി ഇല്ലായിരുന്നു, എന്നാലും ഇപ്പോൾ നല്ല രൂപത്തിൽ നമ്മളെ സ്കൂളിനെ SS ഉയർത്തിക്കൊണ്ട് നമ്മൾ അധ്യാപകരെ വളരെയധികം സഹായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ നല്ല ഇപ്പോൾ ഇവിടെ കണ്ടില്ല നമ്മൾ മെഡൽ കൊടുത്തത് LSS, അതുപോലെ എല്ലാ പരീക്ഷയിലും വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ മെഡൽ വാങ്ങാനുള്ള സാധിച്ചു കിട്ടുകയാണ് ഞങ്ങള്. നിങ്ങൾക്കറിയുന്ന എല്ലാ രക്ഷിതാക്കളും അടുത്തുള്ള വിദ്യാർത്ഥികളോട് ഈ സ്കൂളിനെ ചേർത്ത് ഇവിടുത്തെ മഹിമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവരും കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോ ഇന്നലെ ഇന്ന് നാളെയും പരിപാടി ഇവിടുത്തെ വോൾഡ് സ്റ്റുഡൻസിന്റെ പരിപാടിയാണ് ഫുള്ളായിട്ട് നാളുള്ളത്. അതൊക്കെ ഭംഗിയായി നടക്കാനൊക്കെ എല്ലാ നിലക്കും നിങ്ങളെല്ലാവരും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ നമ്മളെ പരിപാടികൾ ആശംസ നേർന്നുകൊണ്ട് തനിക്കാലം വരും. ജയ് ഹിന്ദ്. ആശംസ നേർന്നുകൊണ്ട് അസ്സലാമലൈക്കും. നിങ്ങളെല്ലാവരും സ്കൂളിൽ സഹകരിക്കുക. നമ്മൾ വാപ്പുള്ളന്നെല്ലാം നടന്നു പോയിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നിന്നു. ഇപ്പോൾ സ്കൂളൊക്കെ ഉഷാറായല്ലോ. എല്ലാവരും അടുത്തുള്ളവരെല്ലാം സ്കൂളൊക്കെ ചേർത്തി സ്കൂളൊക്കെ ഉഷാറാക്കുക. പിന്നെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാണ് എല്ലാ സ്കൂൾ ആൾക്കാർ പോകേണ്ടത്. മനാറ്, പിന്നെ അല്ലിസാന്, അൽബീർ,
അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ടായി. എന്നാലും നമ്മളെ സ്കൂളിന് ഇംഗ്ലീഷ് കൂടി ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ച് എല്ലാ സ്കൂൾ ഉഷാറാക്കുക. ഫൈസൽ മാഷും മറ്റേ ടീച്ചർ എല്ലാവരും പേരും എനിക്ക് അറിയില്ല, ഡാഡിയൻ ടീച്ചർ പോകാനായി. എല്ലാവരും കൂടി ഉഷാറായി നല്ല പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ വാപ്പാൻ്റെ സ്ഥാപനമാണ്. ഞാൻ ഇതേമാതിരി ഇപ്പോൾ ചെറിയതാജ് കൊണ്ടുനടക്കുന്നത്. എല്ലാവരും മാനേജറായി ഉഷാറായി എല്ലാവരും സഹകരിക്കുക. അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വാർഷികത്തിന്റെ ഉദ്ഘാടകനാണ് ഇവിടെ ഇരിക്കുന്നത്. പഠിച്ച സ്കൂളില് ഒരു ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം വേറുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കലയുടെ ബാലപാഠങ്ങൾ പഠിച്ച സ്കൂളിന്റെ തിരുമുറ്റത്ത് വന്നുകൊണ്ട് ഒരു വാർഷികത്തിന് അത് ഉദ്ഘാടനം ചെയ്യാൻ ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തട്ടെ. സെൻരാജ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. നിരവധി ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ നിറ സാന്നിധ്യമാണ് ഈ സെൻരാജ്. ഇപ്പം മകനെയും കുടുംബത്തെയും കൂട്ടിയുള്ള കുറെ സംഭവമൊക്കെ കാണുന്നുണ്ട്. എല്ലാവിധ ആശംസകളും സെൻരാജിന് ചേരുകയാണ്. ചെറിയൊരു ഉദ്ഘാടന സെഷൻ നമ്മൾ നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. മുന്നേ എന്നെ ക്ഷണിച്ച ആ മാന്യ വ്യക്തി പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ തുടക്കം ഈ സ്കൂളിൽ നിന്നായിരുന്നു. 2 വർഷമാണ് ഞാൻ ഇവിടെ പഠിച്ചത്. 93, 94 കാലഘട്ടങ്ങളിൽ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലുമാണ് ഞാൻ പഠിച്ചത്. എനിക്ക് മറക്കാൻ കഴിയില്ല ആ കാലഘട്ടം. കാരണം അന്നാണ് ഞാൻ ആദ്യമായിട്ട് മോണോ ആക്ട് എന്ന് പറയുന്ന കലാരൂപം അഭ്യസിച്ചതും സ്റ്റേജിൽ കയറിയതും. അതിന് കാരണക്കാരനായത് അന്ന് ഈ സ്കൂളിന്റെ പ്രിയങ്കരനായിരുന്ന ശ്രീ ദിനേശ് മാഷായിരുന്നു. മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാഷ് നടന്ന് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ നാളെ ഞങ്ങളുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. അപ്പോ മാഷാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു മോണോ ആക്ട് എഴുതി തന്ന് എന്നെ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റിയത്. അഭിമാനത്തോടെ ഞാൻ ഓർക്കാണ്, ആ വർഷത്തെ ജില്ലാ തലത്തില് കലാപ്രതിഭ പട്ടം നേടിയത് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഞാനായിരുന്നു. വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആ ഓർമ്മകൾ അയവിറക്കുമ്പോ. അപ്പൊ ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ശരിക്കും ഈ സ്കൂള് കാണുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നുന്നുണ്ട്. ഈ ബിൽഡിംഗ് ഒന്നും അന്ന് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ബിൽഡിംഗാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനത് ആ ക്ലാസ്സിലായിരുന്നു, 4-ാം ക്ലാസ്. ആ കാണുന്ന ക്ലാസ്സിലായിരുന്നു ഞാൻ ലാസ്റ്റ് പഠിച്ചിരുന്നത്. അപ്പോൾ വളരെയധികം പുരോഗമിച്ചു എൻ്റെ ആ പഴയ സ്കൂള്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദിനേശ് മാഷ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും, ഇപ്പോൾ ഡാലി ടീച്ചർ സ്റ്റേജിലുണ്ട്, ഡാലി ടീച്ചർ, ബിന്ദു ടീച്ചർ, അങ്ങനെ ആ നിര തീരൂല പറഞ്ഞു തുടങ്ങിയാൽ. അപ്പൊ അവരുടെ ഒക്കെ പിന്തുണ കൊണ്ടും പ്രോത്സാഹനം കൊണ്ടുമാണ് കുറച്ചെങ്കിലും ഒരു കലാകാരൻ എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ മനസ്സിൽ അതുപോലെ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വളർത്തിയെടുക്കണം. വെറും പഠിത്തം മാത്രം പോരാ. നമുക്ക് ഡോക്ടറും എഞ്ചിനീയറും മാത്രമായാൽ പോരല്ലോ. വക്കീല്, കളക്ടർ, കുറച്ച് പാട്ടുകാരും ഡാൻസുകാരും എല്ലാവരും ഉണ്ടാവട്ടെ. അതൊക്കെ വരുന്ന കാലത്ത് അവരുടെ ജീവിതത്തിൽ നല്ല ഒരു മുന്നേറ്റം പ്രദാനം ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ അത്രയും എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നിങ്ങളുടെയൊക്കെ അനുവാദത്തോട് കൂടിയിട്ട് എൻ്റെ AMLP സ്കൂളിന്റെ 94-ാം വാർഷിക ആഘോഷം വിനയ പുരസ്സരം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ഭൂമികയുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ചെറിയ എന്തെങ്കിലും പാട്ടൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു. ഇനി HM ഡാലി ടീച്ചർ. നമ്മുടെ പ്രിയ ഉദ്ഘാടകനായി എത്തിയത് സൻരാജ്. സൻരാജും ഞാനും ഗുരുവും ശിഷ്യനുമാണ് അല്ലേ. നമുക്കൊരു വേദി, അതും നമ്മൾ പഠിപ്പിച്ച് വിട്ട അതേ സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അഭിമാനമാണ്. സൻരാജ് അങ്ങനെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫാമിലി, അതെ, ഞാൻ അറിഞ്ഞത് കുടുംബം തന്നെ കലാകാരന്മാരാണ്. അങ്ങനെ അവരുടെ കുടുംബം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, പുറമേക്കും ഓരോരോ സ്റ്റേജ് ഷോകളൊക്കെ അവതരിപ്പിക്കാൻ
ഉള്ള കഴിവൊക്കെ കിട്ടി ഉയർന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കറിയാലോ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റും ടീമും അവതരിപ്പിക്കുന്ന സ്കിറ്റുകളുണ്ട്. അത് കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂട് സഹിച്ചിവിടെ നിൽക്കുന്നത്. എല്ലാവരും അത് കണ്ട് തൃപ്തരാവുക. അതിൽ നല്ല ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ എല്ലാവരും പ്രാവർത്തികമാക്കണം. നമ്മൾ കണ്ടു കേട്ട് പോയാൽ മാത്രം പോരാ, അത് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ വന്ന് ചേരണം. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കണം. നല്ലൊരു ആശയമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ ഇപ്പൊ നമ്മുടെ ചെറുതാജി പറഞ്ഞതുപോലെ ഇനി അഡ്മിഷന്റെ സമയമാണ്. ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ അടുത്തുള്ള ആളുകളെയും എല്ലാം അവരുടെ മക്കളെയോടൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ സ്കൂൾ ഉയരണം. ഇപ്പൊ കെട്ടിടം വന്നു, 2 കൊല്ലം കൊണ്ട് അതിൻ്റെതായ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും സ്കൂൾ തുറക്കുമ്പോഴേക്കും കെട്ടിടത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മാറും. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ മക്കളെ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പഠിച്ചു പോയ മക്കൾ ആരും മോശക്കാരായിട്ടില്ല. ഒരാളും ഇതില് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല. ഉണ്ടോ? ആരെങ്കിലും നിങ്ങൾക്ക് കാണാനുണ്ടോ? ഒരാളുമില്ല. എല്ലാവരും അവരവരുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. മജിസ്ട്രേറ്റ് ഉണ്ട്, പിന്നെ ഡോക്ടർമാര്, എഞ്ചിനീയർമാര് ഇഷ്ടം പോലെ, അധ്യാപകര്, അങ്ങനെ ഇത് മാത്രം പോരല്ലോ, കലാകാരന്മാരും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ബാലപാഠങ്ങൾ, ഇവിടുത്തെ മറ്റുള്ളവരുടെ കരുതല്, സ്നേഹം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത വർഷത്തേക്കും വരും വർഷങ്ങളിലെല്ലാം നമ്മുടെ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുവാനും നമ്മുടെ സ്ഥാപനം ഉയരുവാനും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ഈ കുടുംബത്തിനും ഉണ്ടാവണം. നമ്മളൊരു കുടുംബമാണ്. അത് എല്ലാവരും അത് നമ്മളോടും പ്രകടിപ്പിക്കുക, നമ്മൾ തിരിച്ചും പ്രകടിപ്പിക്കും. ഈ വൈകിയ വേളയിൽ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആദ്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ഇപ്പോഴാണ് സ്വാഗതം ചെയ്യുന്നത്. എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ട് മാത്രമേ പോകാവുള്ളൂ. നാളെ നടക്കുന്ന നമ്മുടെ ഉപ്പുമാവ് എന്ന പരിപാടി, അതിലേക്കും എല്ലാവരും വരണം കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോരെ. നാളെ അത് നമുക്ക് ആഘോഷമാക്കണം. എന്തായാലും നമ്മൾ അടുത്തുള്ളവരെയും നമ്മുടെ ചങ്ങാതികളെയും ഒക്കെ കാണാൻ കഴിയും. ആ അവസരം പ്രയോജനപ്പെടുത്തുക. വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള ഉപ്പുമാവും മറ്റുള്ള എല്ലാ സംഗമങ്ങളും ഒക്കെ നടത്തണം. അപ്പോൾ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അപേക്ഷ കൂടി ഉണ്ട്. ഇപ്പൊ സന്റാജ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഭിമാന മുഹൂർത്തമാണ്. അത് പൂർണ്ണമാകണമെങ്കിൽ ഈ ഒരു കസേരയിൽ ഒരാൾ കൂടി എത്തണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. ഐ വുഡ് ലൈക്ക് ടു കോൾ ദിനേശ് സാർ, പ്ലീസ് കം. ദിനേശ് കുമാർ NG ഫ്രം ആലപ്പി. ഈ സ്കൂളിലെ പൂർവ്വ അധ്യാപകനാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ നെടുമുടി എന്ന സ്ഥലത്തെ സ്കൂളിലെ ഹെഡ് മാഷാണ്. അദ്ദേഹത്തെയാണ് നിറഞ്ഞൊരു കയ്യടി കൊടുക്കുക പ്ലീസ്. കുറെ പേർക്ക് സാറിനെ അറിയുണ്ടാവും. അപ്പം സഞ്ചാരിക്കുന്ന ഈ ഒരു ഇതില് മാഷും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമാകൂ എന്ന് തോന്നുന്നുണ്ട് സാറിനെ വിളിച്ചത്. ഓക്കെ, ഇനി 2 വാക്ക് ദിനേശ് സാർ പ്ലീസ്, അതോടെ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇന്നലെ ഉപ്പുമാവ് എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്നും വണ്ടി കയറി. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. കുട്ടികളുടെ കലാപ്രകടനങ്ങൾ സർഗാത്മകതയിൽ വലിയ പുരോഗതി കൈവച്ചിരിക്കുന്നു. അധ്യാപകരെല്ലാം ഒറ്റക്കെട്ടായി നല്ല രൂപത്തിലേക്ക് സ്കൂളിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ജോലി ചെയ്ത് 1999 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് നമുക്ക് ഈ ഒരു കെട്ടിടവും ഒരു പഴയ കെട്ടിടമായിരുന്നു നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ 91 ഇവിടെ ജോലിക്ക് ചേരുമ്പോഴാണ് ഇവിടെ ഡാലി ടീച്ചറുണ്ട്,
മുസ്തഫ മാഷുണ്ട്, ഇബ്രാഹിം സാറുണ്ട്, മൗലവി മാഷുണ്ട്, പിന്നെ ഒരു ലാലി കുട്ടി എന്ന് പറഞ്ഞ ഒരു ടീച്ചറുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഇവരുമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ വിശേഷം പങ്കുവച്ചു. അപ്പം നമ്മുടെ സ്കൂളിൽ കുറച്ച് മാറ്റങ്ങൾ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്ന് എനിക്ക് ഞാൻ ഇന്നും ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ പേര് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഖാദർകുട്ടി മാഷ്, ബഹുമാനപ്പെട്ട ജനാബ് ഖാദർകുട്ടി മാഷ് എന്ന് ഞാൻ പറയും. ഒരു പേരക്കുട്ടിയെ പോലെ സ്നേഹിച്ച്, ആലപ്പുഴയിൽ നിന്ന് വന്നതിന്റെ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ എന്നെ ഒരു പേരക്കുട്ടിയെ പോലെ സ്നേഹിച്ച് കൂട്ടത്തിൽ കൊണ്ടു നടന്നു. എന്റെ എല്ലാ സങ്കടങ്ങളിലും തണലായി നിന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എന്റെ കടമയാണ് ഈ സ്കൂളിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. സൻരാജ് വന്നു. അന്ന് ഹിന്ദു സ്കൂളും നമ്മുടെ സ്കൂളും തമ്മിൽ ഫൈറ്റുള്ള സമയമാണ്. കുട്ടികളെല്ലാം പോകുന്ന താഴെ സ്കൂളിലാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് കുറെ മുത്തുകൾ ഇവിടെ കിട്ടി. അതിലൊന്നാണ് സൻരാജ്. സൻരാജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവനെ ഒരു മോണോ ആക്ടും ഒരു കഥാപ്രസംഗവും ഞാൻ തന്നെ എഴുതി. നമ്മൾ മറ്റേ ഇതിൽ പറയുന്ന പോലെ ഞാൻ തന്നെ രചന, ഞാൻ തന്നെ സംവിധാനം എന്ന് പറയുന്നത് ഞാൻ എഴുതി അവനെ പഠിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ ആദ്യമായി കലാപ്രതിഭയായ കുറ്റാളൂർ സ്കൂളിന്റെ ഒരു മുത്താണിരിക്കുന്നത്. കലാതിലകം, അടുത്ത വർഷം കലാതിലകവും നമ്മുടെ സ്കൂളിലേക്ക് വന്നു അല്ലേ? ആൻമേരി കുര്യാക്കോസ് ഇപ്പൊ ജില്ലാ ജഡ്ജിയാണ്. ടീച്ചർ പറഞ്ഞ വെറുതെ പറഞ്ഞതല്ല. കോഴിക്കോട് ജില്ലാ ജഡ്ജിയാണ് ആൻമേരി കുര്യാക്കോസ്. നിങ്ങള് സിതാര കൃഷ്ണകുമാറിനെ അറിയോ? കേട്ടിട്ടുണ്ടോ? സിതാര കൃഷ്ണകുമാറിനെ അറിയാവുന്ന കൈപ്പൊക്കിക്കേ. അല്ല, ഒന്നാന്തരം ഗായികയാണ്. വേങ്ങര ഹൈസ്കൂളില് സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം തെഞ്ഞിപ്പലം ഒരു സ്കൂളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ആ സ്കൂളിനോട് പടപൊരുതി റണ്ണറപ്പായ സ്കൂളാണ് നമ്മുടെ കുറ്റാളൂർ സ്കൂള്. അന്ന് ആൻമേരി കുര്യാക്കോസും സിതാര കൃഷ്ണകുമാറും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആണ്. അന്ന് കലാതിലകം കുറ്റാളൂരിന് കിട്ടി. ഓവറോൾ അവർക്കായിരുന്നു, പക്ഷെ കലാതിലകം നമ്മുടെ സ്കൂളിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മക്കള് നിസ്സാരക്കാരല്ല. അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി പ്രതിഭാധനരായ അധ്യാപകരുണ്ട്. രഘുമാഷിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. രഘുമാഷ് ഇവിടെ ജോയിൻ ചെയ്ത് 2 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവസാനം ഞാൻ 99-ലാണ് പോണത്. അദ്ദേഹം 97 വന്നു. അന്ന് മുതൽ ഇന്ന് വരെ എന്തെങ്കിലും ഒരു വിഷയം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്, തമ്മിൽ സംസാരിക്കാറുണ്ട്, സ്കൂളിന്റെ കാര്യങ്ങൾ എല്ലാം പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഈ രക്ഷകർത്താക്കളും ഈ പിന്നെ നമ്മുടെ നാട്ടിലെ മുത്തശ്ശിമാരെന്ന് പറയും അല്ലേ, കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഈ പിന്നെ കെട്ടിടത്തിന്റെ മികവിലോ അല്ല AC റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ നമുക്ക്. ടൈയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരാതെ ഭയങ്കര ചൂടാണ്. അതിന് കൂട്ടത്തിൽ ടൈയും കോട്ടും ഷൂ ഒക്കെ ഇട്ട് വണ്ടിയിൽ രാവിലെ പോകുന്ന കുട്ടികളുണ്ട്. ആ വിദ്യാഭ്യാസ നയത്തെ ഞാൻ കുറ്റം പറയുകയല്ല. പക്ഷേ മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കി, മനുഷ്യന്റെ നോവറിഞ്ഞ് പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു വിദ്യാലയ അങ്കണമാണ് കുറ്റാളൂർ AMLP സ്കൂൾ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അപ്പൊ നിങ്ങളുടെ തീരുമാനം തെറ്റിട്ടില്ല. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അയൽക്കാരെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും മക്കളെ നിങ്ങൾ ധൈര്യപൂർവ്വം, ഈ ഒരു പരസ്യത്തിലൊക്കെ പറയുന്നത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ, ഗ്യാരണ്ടി ഇപ്പോഴും 100% ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മുടെ സ്കൂളിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക്, ഞാൻ ഒറ്റ മിനിറ്റ് നിർത്താം, കുറെ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ കഴിയും. ആരോഗ്യപരമായുള്ള നിർദ്ദേശങ്ങൾ സ്കൂളിൽ ഇപ്പൊ തന്നെ കുറെ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ട്. കോൽ കളിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്, വേഷം കെട്ടി വന്നിട്ടുണ്ട്. സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കാരണം രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ്? നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിന്റെ എല്ലാ പുരോഗതിയിലും എല്ലാ ഉയർച്ചയിലും തങ്ങളുടെ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ഈ വിദ്യാലയത്തെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാളെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഉപ്പുമാവെന്നാണ് പേര്. ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഈ സ്കൂളിൽ പഠിച്ച, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ, ആരും പതിരായി പോയിട്ടില്ല. എല്ലാവർക്കും കളക്ടർമാരും എഞ്ചിനീയർമാരാകാൻ പറ്റില്ലല്ലോ. എല്ലാവരും അവരവരുടെ മേഖലയിൽ വളരെ സത്യസന്ധമായിട്ട് ജോലി ജീവിക്കുന്ന ആളുകളാണ്. ഉന്നതിയിലുള്ള ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളെ ഇവിടെ ചേർക്കുന്നതിൽ
നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികളെയും ഇവിടെ ആനയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ മംഗള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, വളരെ ഹൃദ്യമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. വളരെ സ്നേഹം നമുക്ക് തോന്നും. കാരണം നമ്മളെ പഠിപ്പിച്ച അധ്യാപകര് ഇവിടെ ഇങ്ങോട്ട് വരികയാണ്, നമ്മളോട് സംസാരിക്കുകയാണ്. ഇപ്പോഴും എത്രയോ വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ 16 വർഷമായി. അതിനു മുമ്പ് ഇവിടുന്ന് PSC കിട്ടിപ്പോയ മാഷാണ് ദിനേശ് മാഷ്. ഇപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ ഓർമ്മ വെച്ച് നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മാഷിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് മാഷോടും പറയാനുള്ളത് അതേ പാതയിൽ തന്നെയാണ് മാഷെ ഞങ്ങളിപ്പോഴും ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇവിടെ സബ് ജില്ലാ തലത്തിലും ഒക്കെ ജില്ലാ തലത്തിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്, മത്സരിച്ച് വിജയിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയാ പാത ഞങ്ങൾ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. നിങ്ങൾ തന്നെ ആ ദീപശിഖ ഞങ്ങൾ ഏന്തിക്കൊണ്ട് ഞങ്ങൾ ഓടുക തന്നെയാണ്. അപ്പൊ ഏതായാലും ഞങ്ങളോട് കൂടെ വളരെ സ്നേഹത്തോടു കൂടെ നമ്മളെ സ്കൂളിലേക്ക് വരുന്ന രക്ഷിതാക്കളും അതുപോലെ ഇന്ന് നമ്മളെ പരിപാടി വീക്ഷിക്കാൻ വന്ന മുഴുവൻ രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും എല്ലാവർക്കും ഈ ഹൃദ്യമായ ഈ ചടങ്ങിന് വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർത്തിയായി അറിയിക്കുന്നു.